കണ്ട ഇവിടെ നിൽക്കിയാലും ഇത് ഓണാവേണ്ടതാണ്. പിന്നെ ഇതാണ് പവർ ബട്ടൺ. ഇവിടെ നിൽക്കിയാലും ഇത് ഓണാവേണ്ടതാണ്. സൗണ്ട് കേൾക്കണില്ലേ? പവർ ബട്ടൺ നിൽക്കണ സൗണ്ടായി കേൾക്കണം. ഒരനക്കവും ഇല്ല. അപ്പോൾ വെയിറ്റ് ആൻഡ് സീ. വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഗോപ്രോ നിങ്ങൾ മേടിക്കുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് സ്റ്റാനി സെബാസ്റ്റ്യൻ. നിങ്ങൾക്കിപ്പോൾ എൻ്റെ മുഖം കാണുമ്പോൾ എന്തോ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നൊരു സീനായിരിക്കും തോന്നുന്നത്. സംഭവം തന്നെ, ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റിരിക്കുന്നതാണ്. സമയം ഇപ്പോൾ 6:45. ഞാൻ ഒരു 6 മണി മുതൽ എണീറ്റിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, എൻ്റെ Gopro7 ബ്ലാക്കിന് പണി കിട്ടി. ആക്ഷൻ ക്യാമറ എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ. സാധനം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു, മറ്റേ NSൻ്റെ പുറകെ ഓടിച്ചിടുന്ന ഒരു വീഡിയോ. NSൻ്റെ പുറകെ ഓടിച്ചിട്ട് അതിൻ്റെ ഒരു നല്ല മൊമെൻ്റ് ആയപ്പോൾ ഗോപ്രോ അനങ്ങുന്നില്ലെന്ന് വെച്ചാൽ ഞാൻ വീട്ടിലെത്തിയതിന് ശേഷമാണ് സംഭവം കണ്ടത്. നല്ലൊരു ഡ്രാഗായിരുന്നു അത്. പക്ഷേ ഫുൾ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ആ ഒരു നിങ്ങളെ വീഡിയോ ശ്രദ്ധിച്ചെങ്കിലും കാണാൻ പറ്റും, കോപ്സിന് കാണുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ വന്നില്ല, ഓഡിയോ മാത്രം റെക്കോർഡായി. വീഡിയോ സ്റ്റക്കായി. ആ ഒരു പൊസിഷൻ, ആ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് വീഡിയോ സ്റ്റക്കായി, ഓഡിയോ മാത്രം റെക്കോർഡായുള്ളൂ. അപ്പോൾ ഞാനോർത്ത് ചിലപ്പോൾ ബാറ്ററി വല്ലതും കുറവിൻ്റെ സീനായിരിക്കും എന്ന് ഓർത്ത്. പക്ഷേ അതായിരുന്നില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ ഗോപ്രോ ഓണാകുന്നില്ല. അപ്പം ഞാനോർത്തത് ഗോപ്രോ ഇത്ര നല്ല ബ്രാൻഡല്ലേ, അവർക്ക് അങ്ങനെ അബദ്ധമൊന്നും പറ്റില്ലെന്ന് വിചാരിച്ചു. പെട്ടെന്ന് റെഡിയായി കിട്ടുമെന്നൊക്കെ വിചാരിച്ചു. സംഭവം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോൾ 3ാമത്തെ ദിവസമാണ് എൻ്റെ ആക്ഷൻ ക്യാമറ ചീത്തയായിട്ട്. ഫസ്റ്റ് ഡേ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇത് മേടിച്ചത് നമ്മുടെ ലുലു എക്സ്പ്രസ് മോളിൽ നിന്നാണ് മേടിച്ചത്. ymall തൃപ്രയാറുള്ളത്. 34,000 ചില്ലാനം രൂപയായി. ബില്ല് നോക്കി അറിയാം, കറക്റ്റ് 34,400 അങ്ങനെ എന്തോ എമൗണ്ടാണ്. അപ്പോൾ ഞാൻ ഇത്രയും നല്ലൊരു മോളിൽ നിന്ന് മേടിച്ച് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എന്തെങ്കിലും കംപ്ലൈൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർ റീപ്ലേസ്മെൻറ്റ് തരും എന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് ഞാൻ മേടിച്ചത്. ഒരു രസം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവരെ കംപ്ലൈൻ്റായ വിവരം വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് അതിന് സാറിന് കസ്റ്റമർ സർവീസ് അല്ലെങ്കിൽ അവരുടെ എന്താ പറയുന്ന സർവീസ് സെൻറ്ററിൽ പോകേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇപ്പോൾ സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല എന്ന് ചോദിച്ചു. ഇല്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞു. അങ്ങനെ അന്നത്തെ ദിവസം എനിക്ക് ഹെൽപ്പൊന്നും കിട്ടിയില്ല. ഞാൻ എന്ത് ചെയ്ത് വെയിറ്റ് ചെയ്ത്, ചിലപ്പോൾ ഇത് ഓണായല്ല എന്നൊക്കെ ഓർത്ത്. പക്ഷേ ഇത് ഓണാകുന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ഞാൻ ഇതേപോലെ തന്നെ വീണ്ടും മോളിലേക്ക് വിളിച്ചു. കാരണമൊന്നുമല്ല, ആദ്യത്തെ ദിവസം വിളിച്ചപ്പോൾ ആ ചെക്കൻ പറഞ്ഞ് ബോക്സിൻ്റെ ഗോപ്രോയുടെ ബോക്സിൽ ഒരു കസ്റ്റമർ സർവീസ് നമ്പർ ഉണ്ടാവും, ടോൾ ഫ്രീ നമ്പർ ഉണ്ടാവും. ആ നമ്പറിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ നമ്പറിൽ ഞാൻ വിളിക്കുമ്പോൾ ഒരു കമ്പ്യൂട്ടറാണ് ആൻസർ ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ആൻസർ ചെയ്തിട്ട് പ്ലീസ് ലോഗിൻ ടു അവർ വെബ്സൈറ്റ് iCreative.com അങ്ങനെ എന്തോ ആണ്, iCreative.com. എന്നിട്ട് ആ സൈറ്റിൽ കംപ്ലൈൻറ്റ് റേസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിലേക്കൊരു മെയിലൊക്കെ അയച്ചു. ഒരു ഇമെയിൽ ID ഉണ്ട് അതിൽ. ഇമെയിൽ അയച്ചിട്ട് ഈവൻ ലുലു എക്സ്പ്രസ് മോളിന് CCയും വെച്ച് 2ഉം വെച്ച്, എന്നിട്ട് ഒരു റിപ്ലൈ ഒന്നുമില്ല. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ അതായത് ഇന്നലെ അല്ല, മെനിഞ്ഞാന്ന്, അപ്പോൾ ഇത് 1, 2, 3, 4ാമത്തെ ദിവസമാണ് ഇന്ന്.
നാലാമത്തെ ദിവസം വെളുപ്പിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് വീണ്ടും തൃപ്രയാർ വൈമോളിലേക്ക് വിളിച്ച് വിളിച്ചിട്ട് അവരോട് ചോദിച്ച് എന്താണ് ഇതൊരു അപ്ഡേറ്റും വന്നില്ല, ഞാൻ ഇപ്പോൾ മെയിൽ അയച്ചിട്ട് എനിക്ക് റിപ്ലൈ ഒന്നും വന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ഒരു സ്റ്റാഫ് ഫോൺ എടുത്ത്, നിതിൻ എന്ന് പറഞ്ഞ എന്തോ സ്റ്റാഫ്, അതെ, ആ പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ ഒരു ടെക്നീഷ്യൻ്റെ നമ്പർ തരാം, ആളെ വിളിച്ചാൽ മതി, എല്ലാം റെഡിയാക്കി തരുമെന്ന് പറഞ്ഞു. ആൾ റെഡിയാക്കി തന്നില്ലെങ്കിൽ തിരിച്ചു വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല, എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെയൊക്കെ പേര് മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് ഭാവിയിൽ വല്ലതും പണി കിട്ടണമെങ്കിൽ ഇവരെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ പുള്ളിക്കാരനെ വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ എന്തോ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ പോലെയൊക്കെ സംസാരിക്കുന്നത്. എടാ, ഞാനേ ഒരു കൊറിയറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്, നീ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്ക് എന്നൊക്കെ പറഞ്ഞ്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി, ഞാൻ കസ്റ്റമറാണ്, ഇനി പുള്ളിയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണെന്നായിപ്പോയി. അപ്പോൾ അങ്ങനെ ഒരു വിറ്റ്. അത് കഴിഞ്ഞ് പുള്ളിക്കാരനെ പുള്ളിക്കാരൻ 5 മിനിറ്റ് കഴിഞ്ഞ് എന്നെ വിളിക്കുമെന്ന് ഓർത്ത്. അത് കഴിഞ്ഞ് രക്ഷയൊന്നുമില്ല. അപ്പോൾ ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞ് പുള്ളി എന്നെ തിരിച്ചു വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞാണ്, നീ ഒരു കാര്യം ചെയ്യ്, നീ Gopro.com കയറി അതിൽ കോണ്ടാക്ട് അസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ കയറിയിട്ട് നീ ഒരു റിക്വസ്റ്റ് ഇട് കോൾ ബാക്കിന് വേണ്ടി. അപ്പോൾ അവർ കോൾ ബാക്ക് ചെയ്യുമെന്ന് പറഞ്ഞു, ഒരു അരമണിക്കൂറിനുള്ളിൽ കോൾ ബാക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ Gopro.com കയറി എൻ്റെ കോണ്ടാക്ട് നമ്പറും വണ്ടിയെന്ന് ഗോപ്രോ ക്യാമറയുടെ ഈ IMI നമ്പറൊക്കെ വെച്ചിട്ട് ഒരു കേസ് ഓപ്പൺ ചെയ്ത്. അപ്പോൾ കേസ് ഓപ്പൺ ആയെന്നും പറഞ്ഞ് മെസ്സേജൊക്കെ വന്ന് സിസ്റ്റത്തിൽ. അപ്പോൾ ഞാൻ ഓർത്ത് ഇപ്പം തന്നെ എനിക്ക് കോള് കിട്ടും, അരമണിക്കൂർ തന്നെ കോള് വരുമെന്നൊക്കെ ഓർത്ത് ഞാനിങ്ങനെ ഇരിക്കണേണ്ട. അയ്യോ സോറി, വിട്ടുപോയി. ഇത് ഫസ്റ്റ് ഡേ അല്ല കേട്ടോ. ഫസ്റ്റ് ഡേ ഞാൻ ഈ കേസൊക്കെ ഈ ആ പയ്യനെ വിളിച്ചതിന് ശേഷം ഈ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടെന്ന് ഞാൻ കോമഡിക്ക് പറഞ്ഞ ആ പയ്യനെ വിളിച്ചപ്പോൾ അവൻ ഇങ്ങനെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ അവൻ പറഞ്ഞില്ല ഇത് ഇവരുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്ന ഓസ്ട്രേലിയൻ വെസ്റ്റേൺ ടൈമാണെന്നുള്ള കാര്യം. അപ്പോൾ എന്താ രസം എന്ന് വെച്ചാൽ ഇവിടെ 2:45 എന്തോ ആയി ഞാൻ അവനെ വിളിക്കുമ്പോഴൊക്കെ. അപ്പോൾ അവരുടെ കോൾ സെൻറ്റർ അല്ല, സപ്പോർട്ട് ടീം വർക്ക് ചെയ്യണ ടൈം കഴിഞ്ഞ്. അവിടെ അവർ 5 മണി വരെ വർക്ക് ചെയ്യുള്ളൂ, രാവിലെ 8 തൊട്ട് വൈകിട്ട് 5 വരെ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ആ ടൈമിങ് കഴിഞ്ഞ് സോമനായി. പിറ്റേ ദിവസം ഞാൻ രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് രജിസ്റ്റർ ചെയ്ത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യണ അരമണിക്കൂറിനുള്ളിൽ കോൾ വരുമെന്നുള്ള സീൻ. ആരും വിളിച്ചില്ല. എനിക്ക് ഇന്നലെ മൊത്തം ഭ്രാന്തായി. ആരും വിളിച്ചില്ല, എനിക്കിത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ ഓക്കെ 24 മണിക്കൂർ കൊടുത്തേക്കാം അവർക്ക്, എന്നിട്ട് കോൾ വന്നില്ലെങ്കിൽ നമുക്ക് നോക്കാമല്ലോ എന്ന് ഓർത്ത്. ഇന്നലെ ഫുൾ ഡേ വെയിറ്റ് ചെയ്ത് കോൾ വന്നില്ല. ഇന്നിപ്പോൾ വെളുപ്പിന് 6 മണിക്ക് എനിക്കൊരു കോൾ വന്നേക്കണേ അവരുടെ അടുത്തുനിന്ന്. ഫോൺ റിങ് ചെയ്ത് എടുക്കണതിന് മുന്നേ ഫോൺ കട്ടായി. അപ്പോൾ നമ്പർ വന്നേക്കണത് +61 പിന്നെ എന്തോ നമ്പർ. അപ്പോൾ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ താങ്ക്സ് ഫോർ കോളിംഗ് ഗോപ്രോ ഫോർ സർവീസ് എന്തോ പ്ലീസ് വിസിറ്റ് www.gopro.com/support request for a call back. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനപ്പോൾ സിസ്റ്റത്തിൻ്റെ മുമ്പിലിരിക്കുന്നതാണ്. സിസ്റ്റത്തിൻ്റെ മുമ്പിലിരുന്ന് ഈ പറഞ്ഞ പോലെ ഒന്നും കൂടി എൻ്റെ കേസൊക്കെ പൊക്കിയെടുത്ത് റിക്വസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കണതാണ്. എന്താവുന്ന ഒരു ഐഡിയ ഇല്ല. എൻ്റെ ഗോപ്രോ എന്തായാലും ഞാൻ കാണിച്ചു തന്നേക്കാം. ഇത് കണ്ട ഭയങ്കര സേഫായിട്ടൊക്കെ കൊണ്ടുവിടുന്ന വെച്ചാൽ ഗോപ്രോ ആണിത്. എല്ലാവരും ഗോപ്രോ വാട്ടർ ടെസ്റ്റും മറ്റേ ടെസ്റ്റും മറിച്ച് ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഞാൻ നോക്കി പൊടി പോലും കയറാണ്ടിരിക്കാൻ വേണ്ടി ഇത് സ്ക്രീനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി ഫുൾ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഒരു കേസിലാണ് ഇട്ട് സൂക്ഷിക്കുന്നത്.
ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ സാധനം ഇത് ഓണാവണില്ല. എന്താണ് ഗെയിമെന്ന് അറിഞ്ഞുകൂടാ. ഓണാവണില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സംഭവം എങ്ങനെയാണ് നിങ്ങൾക്ക് ഓണാവില്ലെന്ന് കാണിച്ചതെന്ന് അറിയില്ല. കാരണം ഞാനിപ്പോൾ ഫോണിലാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ഇതുണ്ട്, ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്കിലെ സംഭവം തുറക്കുന്നത്. ഇപ്പം ഞാൻ മെമ്മറി കാർഡ് ഊരി മാറ്റിയിട്ടോ. കാരണം മെമ്മറി കാർഡ് ഇതിനകത്ത് ഇട്ടിട്ട് ഇത് ഓണാകാൻ പോകണമെന്നില്ല. ഓണാവുകയാണെങ്കിൽ മെമ്മറി കാർഡ് ഇല്ലെന്ന് ഇതിൽ കാണിക്കും. അപ്പോൾ മെമ്മറി കാർഡ് ഇട്ട് കൊടുത്താൽ മതി. കാരണം ഞാനൊരു 128 GB മെമ്മറി കാർഡായിരുന്നു ഇട്ടേച്ചത്. അപ്പോൾ ഞാനിതിൻ്റെ ബാറ്ററി ഒന്ന് നോക്കി കാണിച്ചു തരാം. കാരണം ബാറ്ററി ഇല്ലെങ്കിൽ ഓണാവില്ലല്ലോ. സംഭവം ചാർജ് കയറുന്നില്ലെന്ന്. ചാർജ് കയറുന്നില്ലെന്ന് വെച്ചാൽ സംഭവം നമ്മൾ ചാർജ് ചെയ്യാൻ നോക്കുമ്പോൾ അത് ഓണാവണ്ടല്ലേ. ഉണ്ടോ GoPro ബ്ലാക്ക് ഇതന്നെ കമ്പനി ബാറ്ററിയാണ്. വീഡിയോ ക്ലിയർ ആവണമെന്നും ഉണ്ടാവില്ലായിരിക്കും. GoProൻ്റെ ചിഹ്നം. ഞാൻ ഡെസ്പാണ് സംഭവം. 34,500 കൊടുത്ത് മേടിച്ച ഒരു ആക്ഷൻ ക്യാമറയ്ക്ക് ഇതാണ് സപ്പോർട്ട് കിട്ടുന്നത്. ഉണ്ടോ? ഞാൻ വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ GoPro ഇതെടുത്തിട്ട് കഴിഞ്ഞ സെപ്റ്റംബർ 21 എടുത്തതാണ്. അതായത് സെപ്റ്റംബർ 21, 2019. ഒരു വർഷമായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് മെയിനായിട്ട്. ഓക്കെ.